ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1915. ഇന്ന് മാർച്ച് മാസം 29-ാം തീയതി, 88-ാമത്തെ ദിവസത്തിലെത്തി. 12 വയസ്സുള്ള യേശുവിനെ, ബാലനായ യേശുവിനെ കളഞ്ഞുപോകുക ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാനായി നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒരു വിധത്തിലും ചേരാതെ കിടക്കുകയാണ്. വിശുദ്ധനായ ലൂക്കോസ് തന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ ഈ ഒരു ദുരന്ത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രാർത്ഥനാ സ്ഥാനങ്ങളാണ് ഉള്ളത്. 12 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ അമ്മമാരുടെ കൂടെ, സ്ത്രീകളോടൊപ്പമാണ്. ഈ സാഹചര്യത്തിൽ യേശു അമ്മയുടെ കൂടെ ഉണ്ടാകും എന്ന് പിതാവും, ഒരുപക്ഷെ അപ്പന്റെ കൂടെ ഉണ്ടാകുമെന്ന് അമ്മയും വിചാരിച്ചിരിക്കാം. ഏതായാലും മകനെ നഷ്ടപ്പെട്ടു, മകനൊപ്പമില്ലെന്ന് അവർ തിരിച്ചറിയുന്നത് പോലും ഒരു ദിവസത്തെ യാത്ര പൂർത്തിയാക്കുമ്പോഴാണ്. എന്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തില് യേശുവില്ലാതെ നമ്മൾ എവിടെ വരെ പോയിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും തിരിച്ചറിയുമ്പോൾ ഈ മാതാപിതാക്കൾ മേരിയും ജോസഫും മടങ്ങി വരികയാണ്. ഒരു ദിവസം കൊണ്ട് പിന്നിട്ട വഴിയിൽ അവർക്ക് 3 ദിവസത്തെ തിരച്ചില് ആവശ്യമായി വരും. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേവാലയത്തില് ബാലനായ യേശുവിനെ അവർ കണ്ടെത്തുന്നത്. ഒരു തെറ്റിദ്ധാരണയുണ്ട് ഭൂമിയിലെ എല്ലാ മാതാപിതാക്കൾക്കും. എന്താണ്? അപ്പം കരുതുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്, ഒരു കുടുംബത്തിന് മുഴുവൻ ഭാരം എന്റെ തലയിലാണ്, ഞാൻ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് മക്കളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വ്യാകുലപ്പെടുന്നില്ല. അവർ അമ്മയോടൊപ്പമാണ്. മക്കളുടെ കാര്യമൊക്കെ അമ്മ നോക്കിക്കൊള്ളും. അങ്ങനെ ഞാൻ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നുണ്ട്. അമ്മമാരും വിചാരിക്കുന്നുണ്ട്, എന്തായാലും മക്കളല്ലേ, അവരുടെ എന്നും മാതൃക അപ്പന്മാരാണ്. അപ്പനെ കണ്ട് പഠിച്ചു, അപ്പന്റെ ഒപ്പം വളർന്നോളൂ, അങ്ങനെ കരുതുന്ന അമ്മമാരുണ്ട്. അങ്ങനെ അമ്മയോടൊപ്പമാണെന്ന് അപ്പനും, അപ്പനോടൊപ്പമാണ് മക്കളെന്ന് അമ്മയും കരുതുക. ഈ കരുതലുകളും വിചാരങ്ങളും ഒക്കെ വലിയ തെറ്റിദ്ധാരണയായിരുന്നു. ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തിരിച്ചറിയുകയും ചെയ്യാം. അപ്പന്റെ അമ്മയുടെയും തെറ്റിദ്ധാരണകൾക്കിടയിൽ നഷ്ടപ്പെടുന്നതിന്റെ പേരും കൂടിയാണ് മക്കൾ. എന്തായാലും 3 ദിവസത്തെ തിരച്ചില്, കഠിനമായ വ്യഥകൾ ഒടുവിൽ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ അമ്മയുടെ ചോദ്യം തികച്ചും സ്വാഭാവികമാണ്. മകനെ, നീ ഞങ്ങളോട് ചെയ്ത് എന്താണ്? നിന്റെ അപ്പനും ഞാനും എന്തുമാത്രം ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ മകന്റെ ഒരു പ്രതികരണം, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അത്തരമൊരു ചോദ്യം യേശു ഇന്നും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ അവിടുത്തെ അന്വേഷിച്ചത്? ഉത്തരം കൊടുക്കാനായിട്ട് നോമ്പുകാലം പ്രയോജനപ്പെടുത്താം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.